ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നാഷണൽ ലിങ്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ്, കൺസപ്ഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഈ പറഞ്ഞ വാക്കുകളൊക്കെ എന്താണ്, ഈ ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഔട്ട്പുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. എന്തെങ്കിലുമൊക്കെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് അപ്പ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. വേറെ ഏതെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോട്ടൺ ത്രെഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്. നമുക്ക് തുണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താ? കോട്ടൻ്റെ നൂലുകളാണ്. അതുപോലെ തന്നെ ഷൂ, ബെൽറ്റ് തുടങ്ങിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലെതറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെതർ, കോട്ടൺ ത്രെഡ്, ഇതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡിന് എക്സാമ്പിൾ. ഇനി അടുത്താണ് ഫൈനൽ ഗുഡ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസപ്ഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റ് ടു ഫർദർ പ്രൊഡക്ഷൻ. വേറെ പുതിയതായിട്ട് ഫർദറായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്നും ക്യാരി ചെയ്യാതെ ഫൈനൽ കൺസപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ദീസ് ഗുഡ്സ് ഡു നോട്ട് അണ്ടർഗോ എനി ഫർദർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പം ഇങ്ങനത്തെ ഫൈനൽ ഗുഡ് ഫർദറായിട്ട് ഇനിയും പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ പോകുകയില്ല. കാരണം ഇറ്റ് ഈസ് ദ ഫൈനൽ ഗുഡ്, സോ ഇറ്റ് ഈസ് ക്യാൻ ബി ഡയറക്ട്ലി കൺസ്യൂംഡ്. Next one is consumption goods. Goods which are not subject to a further process of production and used to by the consumers directly are called consumption goods. അപ്പം കൺസപ്ഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിലൂടെ ഒന്നും പാസ് ചെയ്യില്ല. ഫൈനൽ ഗുഡ് തന്നെയാണ് കൺസപ്ഷൻ ഗുഡ് എന്ന് പറയുന്നത്. ആ ഗുഡ് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ കാറ്, ഫുഡ്, TV, അതൊക്കെ. നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഗുഡ്. ക്യാപിറ്റൽ ഗുഡ്സ് once produced and which can be used again for the production are called capital goods. Capital goods എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫുള്ളി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. പക്ഷേ അതിനെ വേണമെങ്കിൽ വീണ്ടും ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മിഷനറി, ആ മിഷനറി ഓൾറെഡി ഫുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് വന്നേക്കുന്നതാണ്. അതിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫാക്ടറി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം അവിടെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷനാണ്. അപ്പോൾ ആ മിഷനെ ഫർദർ ഫാക്ടറിയുടെ പ്രോസസ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ആ മിഷനെ യൂസ് ചെയ്യുമ്പോൾ അതിന് ക്യാപിറ്റൽ ഗുഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ല ട്രക്ക് ഇൻബിൽട്ട് അതൊരു ഗുഡാണ്, ഫൈനൽ ഗുഡാണോ എന്ന് ചോദിച്ചാൽ അതെ, അതിന് ഫർദറായിട്ട് പ്രോസസ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്: മെഷീനറി, ഫാക്ടറി, ബിൽഡിംഗ്, ട്രക്സ്, എയ്റോപ്ലെയിൻസ്, റോഡ്സ്, എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വേരിയബിൾസ്. നമുക്കറിയാം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ വാല്യൂ വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക്സിൽ നമ്മൾ വേരിയബിൾസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സ്റ്റോക്കും ഫ്ലോയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് എന്താണെന്നാണ്. A variable that can be measured at a point of time is called stock. At a particular point of time, കൃത്യം ഈ സമയത്ത് എത്രയാണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റാണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആ കറക്റ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എത്രയായിരിക്കും, അതാണ് സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ലിമിറ്റ് ഇവിടെ ഒരു പ്രശ്നമല്ല, കൃത്യം ഇപ്പം എത്രയുണ്ട് അത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡിപ്പോസിറ്റ്സ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഫോറിൻ കറൻസി റിസർവ്, ടോട്ടൽ ബോറോയിങ്സ്, എക്സെട്ര. ഇതൊക്കെ നമുക്ക് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ടേംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പം പരീക്ഷയ്ക്ക് സ്റ്റോക്കും ഫ്ലോ ടേംസും തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലോ കോൺസെപ്റ്റാണ്. എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ഫ്ലോ. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു ഇത്ര കാലയളവിനുള്ളിൽ ഇതിനെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഡൈനാമിക്, എപ്പോഴും മാറ്റം വരാം. ഇറ്റ് ഈസ് എ മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു ഇത്ര കാലഘട്ടം. മറ്റേന്ന് പറഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ആണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നാഷണൽ ഇൻകം, ക്യാപിറ്റൽ ഫോർമേഷൻ, ഫോറിൻ റെമിറ്റൻസ് ടു ദ കൺട്രി, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ബോറോയിങ്സ്, എക്സെട്ര. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കഴിഞ്ഞ വർഷം 2023-24 വർഷം എത്രയായിരുന്നു
എന്നാണ്. അല്ലാതെ ഇന്നലെ എത്രയായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഫോർമേഷൻ, നാഷണൽ ഇൻകം, ഫോറിൻ റെമിറ്റൻസ് ടു ദ കൺട്രി, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ബോറോയിങ്സ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫ്ലോ കോൺസെപ്റ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ദ അൺസോൾഡ് ഗുഡ്സ് ഓർ അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം വൺ ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഗുഡ്സ് ഫുള്ളി ഫിനിഷ്ഡ് ആകാൻ ചിലപ്പോൾ അത് ഉപയോഗിക്കാത്ത റോ മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ പകുതി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. അത് ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഐറ്റത്തിനാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. അതെന്ന് പറയുന്ന സ്റ്റോക്കാണ്. കൃത്യം ഇത്ര കാലയളവിൽ എത്ര ഉണ്ടായിരുന്നു എന്നല്ല, ഇന്ന ദിവസം എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്യാം, അല്ലെ ചിലപ്പം ഡീക്യുമുലേറ്റ് ചെയ്യാം. അക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടാം, അല്ലെങ്കിൽ ചിലപ്പം കുറയാം. ഇനി ഇഫ് ദ വാല്യൂ ഓഫ് ദ ഇൻവെൻറ്ററി, രണ്ടാണ് ടൈപ്പ് ചെയ്ത, ഐ എം റിയലി സോറി. ഇഫ് ദ വാല്യൂ ഓഫ് ദ ഇൻവെൻറ്ററി അറ്റ് ദ end of the year is more than the value of inventory at the beginning of the year, it is called accumulation of inventory. അപ്പം ഇത് തുടങ്ങുന്ന സമയത്തെ ആ എമൗണ്ട് ഇൻവെൻറ്ററിയുടെ വാല്യൂവും ആ പീരീഡ് കഴിയുമ്പോഴത്തെ ആ ഇൻവെൻറ്ററിയുടെ വാല്യൂവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ വാല്യൂ കൂടുവാണെങ്കിൽ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഐറ്റംസ് കൂടുവാണ്, നമ്മുടെ ഇൻവെൻറ്ററിയുടെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി ഉണ്ടെന്ന്. ഇനി ഇയർ എൻഡിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിലേത് കൂടുതലായിരുന്നു, ബിഗിനിങ്ങിലെ കൂടുതലും അവസാനം അല്ല എൻഡ് ഓഫ് ദി ഇയറിലെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ അക്യുമുലേഷൻ അല്ല നടന്നത്, ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി ആണ് സംഭവിച്ചതെന്ന്. അടുത്ത നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഇൻവെൻറ്ററി ചേഞ്ച് വന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ, ആ വർഷം എത്രത്തോളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ നിന്ന് എത്ര സാധനങ്ങൾ വിറ്റുപോയി. അപ്പം വിറ്റതിൽ നിന്ന് ഒരു എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 കാറാണ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ 70 കാറാണ് വിറ്റതെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി എന്ന് പറയുന്ന 30 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഈ ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി കണ്ടുപിടിക്കാം. ക്ലോസിങ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടേമാണ് ഡിപ്രീസിയേഷൻ അല്ലെ കൺസപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിപ്രിസിയേഷൻ നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് വിയർ ആൻഡ് ടിയർ വരും. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. അതിനെ മറ്റൊരു പേരിലൂടെ പറയും കൺസപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് ടേമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക് വിച്ച് ഓൾസോ ഇൻക്ലൂഡ് റീപ്ലേസ്മെൻറ്റ് ഫോർ ദ വിയർ ആൻഡ് ടിയർ വിച്ച് ദ ക്യാപിറ്റൽ സ്റ്റോക്ക് അണ്ടർഗോസ്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള ക്യാപിറ്റൽ സ്റ്റോക്കിലോട്ട് അഡീഷനായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തേയ്മാനമൊക്കെ വന്ന് അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ ഡിപ്രിസിയേഷനൊക്കെ വന്ന് ആ സംഗതികൾക്ക് റീപ്ലേസ്മെൻറ്റ് കൂടെ നടത്തി വന്നിട്ടുള്ള മൊത്തം ക്യാപിറ്റൽ സ്റ്റോക്കിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതും എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലോട്ട് ആഡ് ചെയ്യുന്നതിനാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നെറ്റ് എന്ന് കാണുമ്പോൾ ഓർത്തോണം ആകത്തുകയാണ്. അപ്പം ഇവിടെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മൊത്തം ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് അഡീഷൻ ആണ്. അതിൻ്റെ അകത്ത് തേയ്മാനം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിന് റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തുള്ളതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം കൺഫ്യൂഷൻ തോന്നിയാലും നമ്മളിനി നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാവും. ഇനി അടുത്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗവൺമെൻറ് ഗുഡ്സിന്മേൽ അല്ലെ സർവീസിന്മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, GST ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം ഗവൺമെൻറ് ടാക്സ് ഈടാക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഗുഡിന്മേൽ നമ്മൾ ഒരു സാധനം കടയിൽ വാങ്ങാൻ പോകുമ്പോൾ അത് കാണുന്ന പ്രൈസിൻ്റെ അവിടെ എഴുതിയേക്കുന്നത് MRP എന്നാണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ ആ റീറ്റെയിൽ പ്രൈസിൽ പ്രൊഡ്യൂസറുടെ കോസ്റ്റ് വരും, പ്ലസ് ഇച്ചിരി ലാഭം വരും, പ്ലസ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു തുകയാണ് അവർ MRP ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അവിടെ വരുന്നുണ്ട്. അപ്പം പ്രൊഡ്യൂസർ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 10 രൂപയാണെന്നുണ്ടെങ്കിലും അതിന് ഗവൺമെൻറ് 1 രൂപ ടാക്സ് ഈടാക്കുവാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ വില 11 ആവും. അയാൾക്ക് വന്ന ചിലവ് 11 ആവും. പ്ലസ് പിന്നെ അയാളുടെ ലാഭം എല്ലാം കൂടെ കൂട്ടിയ ഒരു വിലയായിരിക്കും അയാൾ ആ പ്രോഡക്റ്റിന് ഇടുക. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡ്യൂസറുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അവരുടെ ഉൽപ്പാദന ചെലവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഉൽപ്പാദന ചെലവ് കൂടുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷനൊക്കെ ഇച്ചിരിയൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറയ്ക്കാതെ പ്രൊഡ്യൂസേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്നാ കാണിക്കും, സബ്സിഡീസ് കൊടുക്കും, ഇച്ചിരിയൊക്കെ ഇളവുകൾ കൊടുക്കും. അപ്പം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ആകെ മൊത്തത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: മൊത്തത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡീസ് കുറയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇനി അടുത്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആർ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ഫോർ വിച്ച് നോ സർവീസസ് ആർ റെൻറ്റഡ്. നമ്മൾ വലിയ സേവനങ്ങളൊന്നും മേടിക്കാതെ അല്ലെങ്കിൽ സേവനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്സിന് പറയുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എന്നാണ് ബെഡ് എന്ന് എഴുതിയേക്കുന്നത്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, institutions or government to another individuals, institutions or governments without getting any services. ഒരു സേവനങ്ങളും ലഭിക്കാതെ തന്നെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ കൊടുക്കുന്ന പേയ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ വരുമ്പം മനസ്സിലാവും. ടാക്സസ് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ, അല്ല നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതാണ് ടാക്സസ് എന്ന് പറയുന്നത്. സർവീസസ് വല്ലതും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അല്ലാതെ തന്നെ ഇമ്പോസ് ചെയ്യുന്നു. അല്ലെ സബ്സിഡീസ് വരുന്നത്, അല്ലെ നമ്മൾ പഠിക്കാൻ സ്കൂളിൽ പോകുന്നതിന് നമുക്ക് സ്കോളർഷിപ്പ് വരുന്നത്, നമ്മൾ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ തിരിച്ചൊരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെ തരുന്ന ഒരു പേയ്മെൻറ്റാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ്സ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത്, ഇതൊന്നും ഗവൺമെൻറ്റിലോട്ട് അല്ലെങ്കിൽ വ്യക്തികൾ ആര് കൊടുക്കുന്നതാണേലും അതിന് സർവീസസ് കൊടുക്കാതെ നൽകപ്പെടുന്ന പേയ്മെൻറ്റ്സിനാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ പലരും പല രാജ്യത്തുണ്ടല്ലോ. അപ്പം ആ രാജ്യത്ത് നിന്നും നമ്മുടെ ആൾക്കാർ മറ്റ് ദേശങ്ങളിൽ പോയി ഇന്ത്യക്ക് വെളിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇൻകം നമ്മുടെ നാട്ടിലോട്ട് വരുവാണ് ചെയ്യുന്നത്. അതിനാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ എംപ്ലോയിഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് and the factor income earned by the factors of production of the rest of the world employed in the domestic economy. അപ്പോൾ രണ്ട് സംഗതികൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ, മറ്റു പല നാട്ടിൽ നിന്നും അല്ലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഇൻകം കുറച്ചിട്ട് നമ്മുടെ ആളുകൾ മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻകത്തിൽ നിന്നും നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം കുറച്ചുള്ള ഇൻകത്തിനെ പറയുന്ന പേരാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അല്ല എന്നാ കുഴപ്പം ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ഇന്ത്യക്കാരാകണമെന്നില്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇൻകമൊക്കെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തായിരിക്കുമല്ലോ സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ രാജ്യത്തോട്ട് അയക്കുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൾഫിലുള്ള ആളുകളെല്ലാം അവിടെ അധ്വാനിക്കുന്ന പൈസ നമ്മുടെ നാട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പം ചൈനക്കാർ അല്ലെങ്കിൽ ജപ്പാൻകാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന തുക ജപ്പാനിലോട്ട് അല്ലെങ്കിൽ ചൈനയിലേക്കാണ് അയക്കുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസാണ്. മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം നമ്മുടെ രാജ്യത്തോട്ട് വരും. ആ ഇൻകത്തിൽ നിന്നും
നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ രാജ്യത്തുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം കുറച്ചുള്ള ആകെത്തുകയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി, കൂടുതൽ വിവരങ്ങൾ വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഈ ചാനലിൽ കാണാം. അതുവരെ നല്ല രീതിയിൽ പഠിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്